കോഹിനൂർ രത്നം തിരിച്ചു വീണ്ടും ഇന്ത്യക്ക് സ്വന്തമായാൽ നന്ദി പറയേണ്ടത് ആരോടാണ്? ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ആ ക്രെഡിറ്റ് മംദാനിക്ക് നൽകണം. നയതന്ത്ര മാർഗങ്ങളിലൂടെ കോഹിനൂർ രത്നം തിരികെ ലഭിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രസ്താവിച്ചിരുന്നു. 2016 ഏപ്രിലിൽ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു സത്യവാങ്മൂലവും സമർപ്പിച്ചതാണ്. സൗഹാർദ്ദപരമായ രീതിയിൽ കോഹിനൂർ രത്നം തിരികെ കൊണ്ടുവരാൻ എന്തൊക്കെ ശ്രമിച്ചാൽ നടക്കുമോ അതെല്ലാം നടത്തും എന്നായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം. കോഹിനൂർ രത്നം തിരികെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനെ മംദാനി ഇപ്പോൾ പിന്തുണച്ച് നടത്തിയ ഒരു പ്രസ്താവന ചർച്ചയാവുകയാണ്. ഏകദേശം 106 ക്യാരറ്റുള്ള ഈ രത്നം നിലവിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തെ അലങ്കരിക്കുകയാണ്. കോഹിനൂർ രത്നം ഇന്ത്യക്ക് തിരികെ നൽകാൻ താൻ ബ്രിട്ടീഷ് രാജാവ് ചാൾസിനെ പ്രേരിപ്പിക്കും എന്നായിരുന്നു മംദാനിയുടെ വാക്ക്. ഇത് പറഞ്ഞ അതേ ദിവസം തന്നെ മംദാനി ബ്രിട്ടീഷ് രാജാവുമായി സംസാരിച്ചു. അതേസമയം മംദാനിയുടെ ഈ ആവശ്യം ബ്രിട്ടൻ അംഗീകരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട സംഗതി തന്നെയാണ്. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രമുഖനായ ഒരു നേതാവ് കോഹിനൂർ ഇന്ത്യയിൽ എത്തിക്കാനായി വാദിക്കുന്നത് ഇത് ആദ്യമായല്ലേ? ഇത്തരം സമ്മർദ്ദങ്ങൾ പതിയെ തുടരുകയാണ് എങ്കിൽ ഭാവിയിൽ എന്നെങ്കിലും കോഹിനൂർ ഇന്ത്യയിൽ എത്താനും മതി എന്ന് ചിലരെങ്കിലും പ്രതീക്ഷിക്കുന്നു. കോഹിനൂർ നിർബന്ധിതമായി എടുത്തതോ മോഷ്ടിച്ചതോ അല്ല എന്നും മറിച്ച് അതൊരു സമ്മാനമായി നൽകിയതാണ് എന്നും സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചു. അതുകൊണ്ട് അത് തിരികെ അവകാശപ്പെടാൻ കഴിയില്ല. ഇതോടെ കോഹിനൂറിന് വേണ്ടി സർക്കാർ ശ്രമങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. എന്നാൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നപ്പോൾ സർക്കാർ ഈ നിലപാട് തിരുത്തി. നിയമപരവും നയതന്ത്രപരവുമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും രത്നം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് സർക്കാർ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രത്നക്കല്ല് ഏത് എന്ന ചോദ്യത്തിനുള്ള ഏക ഉത്തരമാണ് കോഹിനൂർ. ഈ രത്നത്തിന്റെ നിലവിലെ വില $200 മില്യൺ വരും എന്നാണ് ഊഹിക്കപ്പെടുന്നത്. തെലങ്കാനയിലെ ഗോൽക്കൊണ്ട മേഖലയിലെ കൊല്ലൂർ ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ടത് എന്ന് കരുതുന്ന ഈ രത്നം ഏറെക്കാലം ഇന്ത്യൻ രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു. 13ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശത്തിന്റെ ഭരണകാലത്താണ് കോഹിനൂർ കണ്ടെത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ മുഗൾ ചക്രവർത്തിമാർ, പേർഷ്യൻ പ്രഭുക്കന്മാർ, അഫ്ഗാൻ ഭരണാധികാരികൾ, സിഖ് മഹാരാജാക്കന്മാർ എന്നിവരുടെ കൈകളിലായിരുന്നു ഇത്. രത്നമൊടുവിൽ സിഖ് സാമ്രാജ്യത്തിന്റെ അവസാന ഭരണാധികാരിയായ മഹാരാജ ദുലീപ് സിംഗിന്റെ കൈവശമായി. 1849 ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചടക്കിയപ്പോൾ ഒരു ഉടമ്പടി പ്രകാരം രത്നം ബ്രിട്ടീഷുകാരുടെ പക്കലെത്തി. അവിടെ നിന്ന് ബ്രിട്ടീഷുകാർ രത്നം ബ്രിട്ടനിലേക്ക് കടത്തി. എന്നാൽ ഇതൊരു യുദ്ധത്തിലെ കീഴടക്കലിന്റെ ഭാഗമായി ബ്രിട്ടന് ലഭിച്ച കൊള്ള മുതൽ മാത്രമാണെന്നും ഉടമ്പടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നു. എന്തായാലും ബ്രിട്ടന്റെ പ്രൗഢിക്ക് തിളക്കമേകുന്ന ആഭരണമായി കോഹിനൂർ ഇപ്പോഴും തിളങ്ങുകയാണ്. വിക്ടോറിയ രാജ്ഞി ഇത് ധരിച്ചിരുന്നു. പിന്നീട് അലക്സാണ്ട്ര രാജ്ഞി, എലിസബത്ത് രാജ്ഞി, മാർഗരറ്റ് പോവസ് ലിയോൺ, എലിസബത്ത് രാജ്ഞി 2 എന്നിവർ ഉപയോഗിച്ചു. എന്തായാലും കോഹിനൂർ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരട്ടെ. അത് ഓരോ ഇന്ത്യക്കാർക്കും സന്തോഷം നൽകുന്ന സംഗതി തന്നെയാണ്. അതിപ്പോൾ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടാണെങ്കിലും മംദാനി ശ്രമിച്ചിട്ടാണെങ്കിലും കോഹിനൂർ ഇന്ത്യയിൽ എത്തുക എന്നത് മാത്രമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഗതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.